പശ്ചിമേഷ്യൻ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ US ഇറാൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാലേ അന്തിമ ചർച്ചകൾ നടക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ MB ഖാലിബാഫ് പറഞ്ഞു. ഇതിനിടെ ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൻ്റെ ഷെഡ്യൂൾ പുറത്തു വന്നു. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും ചടങ്ങുകൾ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പാബിത്ര മാർഗരറ്റയും പങ്കെടുക്കുമെന്നാണ് വിവരം. അജയ് സുധാ ബിജു ഉണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഈ ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല, വീണ്ടും ഇത് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ? ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുൾപ്പെടെയാണ് അതിനോടൊപ്പം തന്നെ ഈ ഖമനേയുമായി ബന്ധപ്പെട്ട് ഖമനേയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കുറച്ചധികം നാളുകളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഷെഡ്യൂൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ള കാര്യം ആയത്തുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനേയി പൊതുവേദിയിൽ എത്തുമോ, അദ്ദേഹം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത് കാരണമാണ് ഈ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത് എന്നുള്ള മറ്റൊരു അഭ്യൂഹം കൂടിയുണ്ട്. പിന്നെ US-ൽ നിന്നുള്ള ആക്രമണ ഭീഷണി മറ്റൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പൊതുവേദിയിൽ എത്തുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഈ വരുന്ന ജൂലൈ 4-ാം തീയതി മുതലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇറാന് പുറമെ ഇറാഖിൽ വെച്ചും സംസ്കാര ചടങ്ങുകൾ നടക്കും. ആയത്തുള്ള അലി ഖമനയുടെ സ്വന്തം ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ാം തീയതി നടക്കുക. അതിനു മുൻപേ ജൂലൈ 3-ാം തീയതി വിദേശ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇറാനിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ പ്രതിനിധികൾ പങ്കെടുക്കുക. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബീഹാറിൻ്റെ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസൈനും അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റയുമായിരിക്കും പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം. പക്ഷേ അദ്ദേഹം ഈ വരുന്ന ജൂലൈ 6-ാം തീയതി ഒരു വിദേശ സന്ദർശനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ മറ്റ് പല കേന്ദ്രമന്ത്രിമാരെയും പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ ഗൾഫ് നാടുകളുടെ ഒരു എതിർപ്പ് ഇന്ത്യക്കുണ്ടാകുമോ എന്നുള്ള ഭയം കാരണമാണ് അത്തരം ഓപ്ഷൻസ് ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഈ രണ്ടുപേരെ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഇപ്പോൾ നിലവിൽ ഖത്തറിൽ തുടരുകയാണ്. ഇന്നലെ രണ്ട് രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ദോഹയിൽ എത്തിയിരുന്നു. പക്ഷേ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും നടത്തിയിട്ടില്ല. അമേരിക്കയുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഇറാൻ പറയുന്നത് ധാരണാപത്രത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ, ഏറ്റവും കുറഞ്ഞത് 5 വ്യവസ്ഥകളെങ്കിലും നടപ്പിലാക്കിയാൽ മാത്രമേ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇതിനെ പറയുന്നത് ഇതൊരു പേർഷ്യൻ തന്ത്രമാണെന്നാണ്. അതുകൊണ്ട് അല്ലാതെ ഈ നേരിട്ടുള്ള ചർച്ചകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിലും ടെക്നിക്കലായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും JD വാൻസ് പറഞ്ഞു. വ്യക്തമാണ്. അജയ് വിശദാംശങ്ങൾ നൽകിയത്.